സോഫിയ വരുന്നുണ്ട്. അവൾ കാര്യത്തിലാണെങ്കിൽ നീയും കാര്യത്തിൽ സംസാരിക്കണം. ഞാൻ കവലെ കാണാം. ഋഷി, ഞാൻ പൊയ്ക്കോട്ടെ. ഇത്ര ധൃതിയിൽ എങ്ങോട്ടാ? പേരുദോഷം വരാത്ത തയ്യൽശാലയിലേക്ക്. ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയില്ലല്ലേ? ആര് പറഞ്ഞു? സോഫിയക്ക് പേടിയുണ്ടോ? പേരുദോഷം വന്ന ജീവിതം വഴിമുട്ടൂന്ന്? എന്നാലേ ഈ സൈക്കിളോട്ട് കയറ്. എങ്ങോട്ട്? നിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്. അയ്യോ ഋഷി, അത് ഈ നാട്ടിൽ പാട്ടാകും. എന്നാലേ പ്രേമത്തിന് ചൂടുണ്ടാകും. ദേ കേറിക്കേ. കേറ്. ദേ ഇല്ലെങ്കിൽ ഞാൻ എടുത്തെടുത്തു. അയ്യോ വേണ്ട, ഞാൻ കേറിക്കോളാം. ചേട്ടാ, ഞങ്ങൾക്ക് അരക്കിലോ മത്തിതാ. ഇപ്പൊ സമയമില്ല, മടങ്ങി വരുമ്പോ തരാം. അയ്യോ, മീൻ കൊണ്ടുവന്നില്ലെങ്കിൽ അമ്മച്ചി ചീത്ത പറയും എന്നെ. ഈ ഒക്കെ വട്ടായെന്നാ തോന്നുന്നു. അതെ അതെ. ചേച്ചി മാഷിനെ ഈ ഇടയ്ക്കൊന്നും കണ്ടില്ലേ? ഇല്ല, 2 ദിവസമായി. മാഷ് നാട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞിരുന്നു. ആ, പറഞ്ഞ നാക്കെടുത്തില്ല. 100 വയസ്സാണല്ലോ. അതെ അതെ, ഞാൻ നാളെ നാട്ടിൽ പോവാ. പെങ്ങളുടെ കാര്യം ഉറച്ചു. കല്യാണം കഴിഞ്ഞ് മടങ്ങും. അവർക്ക് പെട്ടെന്ന് വേണോന്ന്. നന്നായി, എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. ഇത് നാട്ടിലെ ഫോൺ നമ്പരാ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം. എന്നാ മാഷിന്റെ കല്യാണം? തീരുമാനിച്ചിട്ടില്ല. പെണ്ണ് ഇവിടെ ഉള്ളതാണോ അതോ നാട്ടിലുള്ളതോ? അത് ഞാൻ മാത്രമല്ലോ തീരുമാനിക്കേണ്ടത്. പിന്നെ ആരാ? മാഷേ, എന്നാ പോട്ടെ. ഞാൻ പറയട്ടെ? എന്നാലേ മാഷേ, ഉറപ്പിച്ചോ, ഇത് നടക്കും. അതെ, ഒറ്റയ്ക്ക് അങ്ങനെ വായിച്ച് രസിക്കണ്ട. എവിടെ നോക്കട്ടെ, ഫോൺ നമ്പർ എവിടെ? ആ, എനിക്ക് ആലീസിനെ വളരെയധികം ഇഷ്ടമാണ്. ഇത് കണ്ടോ? കാണിക്കല്ലേ? ഇങ്ങത്താക്കി. കുടുംബത്തിലുള്ളവർക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ നടക്കുന്നു. അവളുടെ ഒരു പ്രേമം. വീട്ടിലോട്ട് വാടി. പവിത്ര, അങ്ങോട്ട് നോക്കണോ? സൈക്കിളിന്റെ പുറകിലൊരു പെട്ടിയായിട്ട് വന്നവനാ, ഇപ്പൊ മുമ്പിലും ആയി. പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയ മോളെ, നല്ല മാർക്ക് വാങ്ങിക്കണം. അമ്മേ, അമ്മേ, മോളെ, മോളെ. ആ, നീ ഇതെവിടെയായിരുന്നു? നിന്നെ ഇത്ര നേരം കാണാത്തോണ്ട് ഞാനങ്ങ് കുളിച്ചു കയറി. എന്തു പറ്റി നിനക്ക്? നിന്റെ മുഖത്തൊരു പ്രയാസം പോലെ. എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. ഞാൻ വളരെ ആലോചിച്ചു നോക്കി. ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത പോലെ. കാര്യം എന്താണെന്ന് പറഞ്ഞാലല്ലേ എനിക്കറിയൂ. അല്ലെങ്കിൽ വേണ്ട ചേച്ചി. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. ഞാനൊരു കാര്യം പറഞ്ഞാ നീ കേക്കൂ. നീ വേറെ ആരോടും പറയണ്ട. മോളൊരു കാര്യം ചെയ്, പവിത്രനോട് തന്നെ പറ. അച്ഛനെന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞങ്ങൾ ജീവിച്ചിരിക്കില്ല. എന്ത് ചെയ്യാൻ മടിക്കാത്തവനാ. മോനെ
ഒറ്റവെട്ടിന് നിന്നെ കൊല്ലാനാണ് ഞാൻ വന്നത്. പക്ഷെ എന്റെ മോളെ ഓർത്തപ്പോ എനിക്കത് കഴിയുന്നില്ലടാ. നിനക്കും ഇല്ലേ 2-3 എന്നോട് ഈ ചെയ്തതിന് ദൈവം നിന്നോട് ചോദിക്കൂടാ. കൂടുതൽ എന്നോട് നീ ചെയ്തിടാ പട്ടി. എന്നോട് ദൈവം ചോദിക്കൂടാ നായ. നിന്റെ മോക്കടെ പുറകെ ഓരോരുത്തന്മാര് നടക്കില്ലേ, ഓരോരെ പഠിപ്പിക്കൂടാ. നീ എന്തിനാ മോളെ കരയുന്നേ? എന്തിനാ മോളെ വേണ്ടാത്ത പണിക്കൊക്കെ പോകുന്നത്? അപ്പന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ? അതിന് ഞാൻ പഴിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇല്ലെന്നറിയാം. പക്ഷെ രണ്ടാളും അന്യജാതിക്കാരെ പ്രേമിക്കുന്നെന്നറിയുമ്പോ ഏതപ്പനും വിഷമം തോന്നില്ലേ? വിഷമം? മറ്റുള്ളവരുടെ വിഷമം ആർക്കും അറിയണ്ട. അപ്പന് മാത്രം സുഖിച്ച് ജീവിച്ചാൽ മതിയല്ലോ. ഓരോരുത്തർക്കും ഓരോ സ്വഭാവ. നിന്റെ അപ്പനെ സഹിച്ച് ഈ അമ്മച്ചി ഇതുവരെ ജീവിച്ചില്ലേ? നേരാ, സഹിച്ച് മടുത്തു. എവിടെയെങ്കിലും പോയി ചത്തോളാം ഞാൻ. മോളെ ദേ അപ്പൻ. ഇവിടെ എന്തെടുക്കാരുന്നേ? ഞാൻ വിളിച്ച കേട്ടില്ലേ? എന്താ നിങ്ങൾക്ക് ലെക്കില്ലേ? ലക്കില്ലാത്ത എനിക്കല്ല, അകത്തുള്ള പെമ്പിള്ളേർക്ക്. ഈ വർക്കി മാപ്പിള്ളയുടെ നസ്രാണി പെമ്പിള്ളേർക്ക് അന്യജാതിക്കാരെ തന്നെ വേണമെന്ന് സ്വന്തമായി മനസ്സമ്മതം നടത്തിയിരിക്കല്ലേ പശുക്കള്. കഴ കുടിച്ചു വൃത്തിയോട് പറയാ മനുഷ്യ. നിനക്കാ കിട്ടേണ്ടത്, നിനക്ക്. നീയെ വെച്ചോടെ കുഴപ്പിച്ചത്. തല്ലിക്കോ, തല്ലിക്കൊന്നു. ഇതിന് ഭേദാവാ. കാളയ്ക്ക് ഇത് കൊടുത്തു വന്നിട്ട് ബാക്കി. തിന്നടാ. നിനക്കും വന്നോടാ കുശുമ്പ്? നിനക്ക് കുശുമ്പ് വന്നോടാ? നിനക്കും വന്നോടാ? കള്ളെന്തായാലും സൊസൈറ്റി കൊടുക്കണ്ടേ? പിന്നെ കൊടുക്കും. അതിനെ കുറിച്ച് നമുക്ക് കൂലങ്കക്ഷമായിട്ട് ചിന്തിക്കണം. ജോസ് എത്തി. നമസ്കാരം. നമസ്കാരം. വർക്കിച്ചന്റെ വീട്ടിലേക്കായിരിക്കും അല്ലേ? അതെ. അപ്പൊ എന്റെ ഊഹ ശരിയായി. കുറച്ച് നാളായി വർക്കി മാപ്പിള കിടപ്പിലായി, പിന്നെ ചവിട്ടിക്കലൊന്നും നടക്കുന്നില്ല. ജോസ് വരുമെന്ന് പറഞ്ഞിരുന്നു. ജോസോ? ഏത് ജോസ്? അപ്പൊ നിങ്ങൾ ജോസ് അല്ലേ? അല്ല, ഞാൻ വാസു. എനിക്കിതിനൊന്നും ചവിട്ടിക്കണമല്ലോ. ആര്? ഞാനാ? നിങ്ങളെ കൊണ്ടല്ല, വർക്കിയുടെ കാളയെ കൊണ്ട്. അതിന് നിങ്ങൾ മെനക്കെടണമെന്നില്ല. സ്വന്തം കാളയടിച്ച് വർക്കി മാപ്പിള കിടപ്പിലായിട്ട് ആഴ്ചകൾ കുറെ ആയി. ഞാൻ ഇനിയിപ്പോ എന്തോ ചെയ്യും? താനൊരു കാര്യം ചെയ്. ഇതിനെ കൊണ്ട് കണ്ണും പൂട്ടി നേരെ നടന്നു. ഈ റോഡിന്റെ അങ്ങേയറ്റത്ത് സർക്കാർ വക ഒരു മൃഗാശുപത്രി ഉണ്ട്. അവിടെ കൊണ്ടു ചെന്ന സൗജന്യമായിട്ട് ഒറ്റ ഇഞ്ചക്ഷൻ 9 പശു പെറും. 9 മാസം. ഇനിയിപ്പോ അതായിരിക്കും നല്ലതല്ലേ? പൊക്കോ. പയ്യത്തള്ളു നട്ടല്ലോടി. ഇതിനെ വല്ല ഇറച്ചി വലയ്ക്കാൻ മൂസാക്കി എങ്ങാനും കൊടു. ഇതിനെ കുത്തിവെച്ചാലേ ചിലപ്പോ സിറും ചൊടിഞ്ഞു പോകും. കുട്ടപ്പേട്ടനോ? ഇപ്പൊ എങ്ങനുണ്ട്? ചരിഞ്ഞിറക്കാം. ഓ, പക്ഷെ എണീക്കാൻ പറ്റുന്നില്ല. അതായി അസുഖത്തിന്റെ ഒരു കുഴപ്പം. താനെന്താ ഡോക്ടറാണോ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കുട്ടപ്പ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? മൂസയുടെ വീട്ടിൽ മിനിഞ്ഞാന്ന് ഞാൻ പോയിരുന്നു. ആളവിടെ ഇല്ല. ആന്ധ്രയിൽ തോല് കൊടുക്കാൻ പോയിരിക്കുക. പിന്നെ അനിയ കാസിമിനെ കണ്ടു. കാളെ നോക്കാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരു അത്തിക്കാരൻ ജോസ്. ഏത് സമയത്ത് ആളിങ്ങെത്തും. 2 ആഴ്ചയായി ചവിട്ടിക്കലില്ല. കാളെ നേരാൻ മണ്ണ നോക്കാൻ ആളുമില്ല. എനിക്ക് വയ്യാണ്ടായില്ലേ. ഇങ്ങനെ എത്രയാന്ന് വെച്ചാ കുട്ടപ്പേട്ട? പാലും തുന്നലും കൊണ്ട് മാത്രം ഇക്കാലത്ത് ജീവിക്കാൻ പറ്റൂ. അപ്പനും അപ്പാപ്പനും മരുന്ന് മേടിക്കാൻ തന്നെ രൂപ എത്ര വേണമെന്ന്?
അതിനല്ലേ ഞാൻ ജോസിനെ തിരക്കി പോയത്. 2 ദിവസത്തിനകം ജോസിങ് എത്തും. കർത്താവിന്റെ കൃപയാൽ ഒത്താ പിന്നെ ഒന്നും നോക്കണ്ട. അവൻ ഇണങ്ങാത്ത കാളകളില്ല. മോളെ ആ? കുട്ടപ്പൻ എന്തെങ്കിലും കുടിക്കാൻ ആ, വേണ്ട, ഞാൻ പവിത്രേട്ടൻ നടന്ന് ഇപ്പൊ ഒരു ചായ കുടിച്ചതേ ഉള്ളൂ. എന്നാലും മോളൊരു ചായ എടുത്തോ. വർക്കിച്ചോ, വിഷമം മാറ്റാൻ ഒരു ഇത്തിരി. വേണ്ട കുട്ടപ്പ, തെറ്റുകൾ ഇനി ആവർത്തിക്കുന്നില്ല. കാലം പിഴച്ച എല്ലാവർക്കും വരും വിഷമം. ഒക്കെ ശരിയാവും. ആ ജോസിങ് വന്നോട്ടെ.